രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് സൈനികർ മറുപടി നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുണ്ടല്ലോ, ഇന്ത്യക്ക് എത്ര നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന്, അത് ഒന്നും സംഭവിച്ചിട്ടുമില്ല. നമ്മുടെ വ്യോമസേന ഇത് ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ അതിന് യോഗ്യതയുള്ളവർ വേണമല്ലോ ഉത്തരം പറയാൻ. നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഈ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന ആള് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കാനേ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് മാർച്ച് 7, 8, 9 ആ തീയതികളിലാണല്ലോ ഈ ഇത് നടന്നത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറയാൻ ഇരുപക്ഷത്തെയും സൈനിക മേധാവിമാർ അല്ലെങ്കിൽ സൈനിക വക്താക്കളാണ് അതിന് അർഹർ. അവർ ഈ കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിഷ്പക്ഷമായിട്ട് പറയേണ്ടപ്പോൾ പറയേണ്ടതുപോലെ പറയും. ഇവിടെ ഇപ്പോൾ നമ്മുടെ വ്യോമസേനാ മേധാവി AP സിംഗ് അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്കിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. വളരെ റിലവൻ്റ് ആണ്. ബാംഗ്ലൂര് നമുക്കറിയാം, ഈ വ്യോമസേനയുടെ ദക്ഷിണ ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂര്, തിരുവനന്തപുരം ഒക്കെ വളരെ പ്രധാനപ്പെട്ട, ഹൈദരാബാദ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വ്യോമസേനയെ സംബന്ധിച്ച്. നമ്മുടെ ഈ പോർവിമാനങ്ങളുടെ ഒരു എന്താ പറയുക നിശ്ചിത എണ്ണം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഹൈദരാബാദ്. അത് വളരെ രഹസ്യമാണ്. ഹൈദരാബാദിൽ എവിടെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. സമയമാകുമ്പോൾ അവിടുന്ന് കുതിച്ചു ഉയരും, അങ്ങനെയാണ്. അപ്പോൾ അത് വലിയ പരിശീലന കേന്ദ്രമാണ് ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരും ഒക്കെ ഉള്ളത്. ഇവിടെ നമുക്കറിയാം സദേൺ എയർ കമാൻഡ് ആക്കുളത്താണ്. അപ്പോൾ ആ നമ്മുടെ വ്യോമസേനയുടെ തലവൻ AP സിംഗ് ആണ് പറയുന്നത്, ബാംഗ്ലൂർ വെച്ച് പറയുന്നത്, പാക് വ്യോമസേനയുടെ 6 വിമാനങ്ങൾ നമ്മൾ തകർത്തു. അതിൽ 5 എണ്ണം പോർ വിമാനങ്ങളാണ്, 1 എണ്ണം അല്ലാതെയുള്ളൊരു വലിയ വിമാനം. ഇത് തകർത്തത് കൃത്യമായിട്ടും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് തകർത്തത്. അപ്പൊ ചോദ്യം ഉയർന്നു, നമ്മൾ അങ്ങോട്ട് പോയി ആക്രമിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു, പല ദിക്കിൽ നിന്ന് ചോദ്യം ഉയർന്നു, നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാണോ തകർത്തത്? അല്ല, നമ്മൾക്ക് യുദ്ധത്തിന് യാതൊരു താല്പര്യവുമില്ല, നമുക്ക് അത്തരം ആസ്പിറേഷൻസ് ഒന്നുമില്ല. അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിച്ചത്. നമ്മൾ യുദ്ധ കൊതിയന്മാരല്ല, യുദ്ധ താല്പര്യം നമുക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഈ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇക്കാര്യത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരുന്നു. അത് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് പോലും നമ്മൾ പല ഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. ഈ ഞങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി തീവ്രവാദ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും, അത് തകർക്കും എന്ന് നമ്മൾ പല ആവർത്തി പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും സർജിക്കൽ സ്ട്രൈക്കിലൂടെ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. നമ്മൾ കൃത്യമായിട്ട്, അതേസമയം പാക് പൗരന്മാരെ ആക്രമിച്ചില്ല, പാക് സൈന്യത്തെ ആക്രമിച്ചില്ല, തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയില്ല, ഇതൊന്നും ചെയ്തില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തു, അത് മാത്രം ആക്രമിച്ചു, നമ്മൾ തിരിച്ചു വന്നു. നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ അതിനടുത്ത ദിവസം രാത്രി, അതായത് 7-ാം തീയതി രാത്രിയിലും 8-ാം തീയതി രാത്രിയിലുമാണ് ഈ ആക്രമണങ്ങൾ പലതും നടന്നത്. ഏതാണ്ട് 9-ാം തീയതി നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് പാകിസ്ഥാൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഈ 7-ാം തീയതി രാത്രിയിൽ നമ്മൾ അങ്ങോട്ട് പോയി കൃത്യമായിട്ട് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചു, തച്ചു തകർത്തു. 8-ാം തീയതി രാത്രിയിൽ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അവരുടെ ആക്രമണം വന്നപ്പോൾ ഈ അതിർത്തി മേഖലയിലെ ജനങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഭയന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ തന്നെ ഈ അതിർത്തി ഗ്രാമങ്ങളിലെയും അവിടെയൊക്കെ വരുന്ന ചില ചെറിയ പട്ടണങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ജനങ്ങൾക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ഇതിനെ എത്ര ചെറുക്കാൻ സാധിക്കും, പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഭയം സ്വാഭാവികമാണ്. അതൊക്കെ സാധാരണ പൗരന്മാരിലുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ സൈന്യത്തിന്റെ കരുത്തിനെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ സൈന്യം വളരെ കൃത്യമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനം ഉയർത്തി അവിടെ ഏത് നീക്കത്തെയും തടുക്കാൻ, പ്രതിരോധിക്കാൻ നമ്മൾ കാത്തിരുന്നു. സർവസജ്ജരായിരുന്നു, എല്ലാ സന്നാഹങ്ങളും നമുക്കുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് അവിടുന്ന് ഡ്രോണുകൾ വന്നു. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡ്രോണുകൾ വന്നു, ചെറിയ മിസൈലുകൾ ഉപയോഗിച്ചു, റോക്കറ്റുകൾ ഉപയോഗിച്ചു,
വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഉപയോഗിച്ചു. ഇതിനെല്ലാം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു കളഞ്ഞതായിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്തില്ല. നമ്മൾ ചെയ്തു. നമുക്ക് നേർക്കുള്ള ആക്രമണം കടുത്തപ്പോൾ, അതായത് ഒരു തരത്തിലും ഈ ഇത്രയൊക്കെ തകർച്ചകൾ ഉണ്ടായിട്ടും അവർ പിൻവാങ്ങാൻ തയ്യാറല്ലാതെ തുടരെ നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ അതിനുള്ള മരുന്ന് കൊടുത്തു. വളരെ കൃത്യമാണ്. അതാണ് ഈ 11 വ്യോമ താവളങ്ങൾ നശിപ്പിച്ച് കൈ കൊടുത്തു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഈ പോർ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാൻ എന്തെങ്കിലും സംവിധാനം വേണ്ടേ? ഇനി ഏതെങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നു പൊങ്ങാമെന്ന് വെച്ചാൽ ആ കപ്പലിനെ നമ്മൾ ആക്രമിക്കുക. അതിനുള്ള സന്നാഹം നമ്മുടെ നേവിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അതിൽ AP സിംഗ് പറയുന്നു, നമ്മൾ വളരെ കൃത്യമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഉപയോഗിച്ച് 5 പോർ വിമാനങ്ങളും അല്ലാതെയുള്ള ഒരു വലിയ വിമാനം, ഈ വലിയ വിമാനം ഡ്രോൺ പോലെയുള്ള സാധനങ്ങളും മിസൈലുകളും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കാൻ അതിർത്തിയിലെ ലോഞ്ചിങ് പാഡുകളിലേക്ക് വിന്യസിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരിക്കും. അവര് ഏതാണ്ട് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 72 ലോഞ്ചിങ് പാഡുകൾ അതിർത്തിയിൽ സജ്ജരാക്കിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസും മറ്റുമൊക്കെ വിവരം കൈമാറിയിരുന്നു. അന്നത് നമ്മുടെ സൈനിക വക്താക്കൾ പത്രസമ്മേളനത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു അവർ. അപ്പോൾ ആ 72 ലോഞ്ചിങ് പാഡുകളിൽ നിന്നും ഉണ്ടായ സകല ആക്രമണത്തെയും നമ്മൾ തകർത്തു. അവിടെയൊന്നും നമുക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. ഒരു ഡ്രോൺ, ഒരു മിസൈൽ, ഒരു റോക്കറ്റ്, ഒരു ഷെല്ല്, ഒരു ബോംബ് ആ രീതിയിൽ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടില്ല. അതേസമയം ഈ പാക് കരസേന നമുക്കെതിരെ ചില ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിർത്തിയിൽ നമ്മുടെ പൗരന്മാരുടെ നേർക്ക് ആക്രമണം ഉണ്ടായി. അവിടെ ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ കനത്ത തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര പൗരന്മാരെ നഷ്ടപ്പെട്ടോ അതിന്റെ ഇരട്ടി നമ്മൾ അപ്പുറത്തേക്ക് നാശം വരുത്തിയിട്ടുണ്ട്. അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാതെ സ്വയം പാകിസ്ഥാൻ പിൻവാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ AP സിംഗ് വളരെ കൃത്യമായിട്ട് പറയുന്നു, അത് പലർക്കുമുള്ള ഒരു മറുപടി കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും പ്രതിപക്ഷങ്ങൾക്ക് വലിയ സംശയമാണ്. അല്ല, അതിനകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇന്നലെ ബാംഗ്ലൂരിൽ ഈ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വലിയ വാചകമടിയൊക്കെ നടത്തി, അല്ലെ? ഇന്നിപ്പോ അവിടെ നടന്ന ഒരു എന്തായാലും ആ പരിപാടി ഇന്നലെ തട്ടിക്കൂട്ടിയതല്ല, വളരെ നേരത്തെ തീരുമാനിച്ചതാണ് പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എയർ ചീഫ് മാർഷൽ വരുന്നു. അദ്ദേഹം അവിടെ വന്ന് പങ്കെടുക്കുമ്പോൾ സന്ദർഭവശാൽ പറയുന്നു, പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ, അതിൽ 5 എണ്ണം ഫൈറ്റർ ജെറ്റുകളാണ്, പോർ വിമാനങ്ങളാണ്, അതിനെ തകർത്തു. ഒരെണ്ണം അല്ലാതെയുള്ള ഒരു വലിയ വിമാനമാണ്, സൈനിക വിമാനം തന്നെയാണ്, അതിനെയും നമ്മൾ തകർത്തു. ഇങ്ങനെ 6 എണ്ണം തകർത്തു എന്നും നമ്മുടെ പൗരന്മാരെ നമ്മൾ എങ്ങനെയാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ അവരെ രക്ഷിച്ചത്, സംരക്ഷിച്ചത് എന്നും ഒക്കെ അദ്ദേഹം പറയുകയാണ്. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഒരു കാരണവശാലും നമ്മുടെ പൗരന്മാർ ഭയപ്പെടണ്ട. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വലിയ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ശത്രുവിന്റെ മുന്നിലും നമ്മൾ തലതാഴ്ത്തേണ്ട കാര്യമില്ല. നമുക്ക് തലതാഴ്ത്താനുള്ള സന്ദർഭം നമ്മുടെ സൈന്യം സൃഷ്ടിക്കില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാം പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ആ സംസാരം. എന്തായാലും ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് എത്ര കണ്ട് വിശകലനം ചെയ്ത് ഇതിനെ വിശദീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ ഫുൾ പ്രസംഗം, മുഴുവൻ പ്രസംഗവും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വാർത്തകൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ടാകും. എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് വിമാനങ്ങളോ സൈനികർക്കോ നാശമുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് അവിടെ പറയുമായിരുന്നു. ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ നേർക്കുണ്ടായ ആക്രമണത്തിൽ നമ്മുടെ ജനങ്ങൾക്കുണ്ടായ ഭയവും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ 7-ാം തീയതി രാത്രിയിലും 8-ാം തീയതി രാത്രിയിലും ഒക്കെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം ചെറിയ തോതിലെങ്കിലും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളിന് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിനും അദ്ദേഹത്തിന് മടിയില്ല. അദ്ദേഹം അത് പറഞ്ഞേനെ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും DGMOയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ അപേക്ഷ പ്രകാരം, റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. നമുക്കല്ലെങ്കിലും യുദ്ധ താല്പര്യങ്ങളില്ല, നമ്മൾ യുദ്ധ കൊതിയന്മാരല്ല, നമുക്ക് ആരുടെയും ഭൂമി പിടിച്ചടക്കണ്ട, നമുക്ക് നമ്മുടെ സുരക്ഷ മാത്രമാണ് പ്രധാനം, അങ്ങോട്ട് പോയി ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ നമ്മൾ തയ്യാറല്ല
അത് ഒരിക്കലും ഇനി എന്ത് കിട്ടും എന്ന് പറഞ്ഞാലും, എന്ത് ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പോയി മനഃപൂർവ്വം ഒരു രാജ്യത്തെയും ആക്രമിച്ച് അവിടെ കൊള്ളയടിക്കാനോ അവിടെ പിടിച്ചെടുക്കാനോ നമ്മൾ ശ്രമിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. എന്തായാലും നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഈ എയർ ചീഫ് മാർഷലിന്റെ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്.